ഹലോ നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിയോടെയിൽസ് നിരഞ്ജനയോടൊപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നാളത്തെ റിക്വസ്റ്റ് ആണ് ഒരു പാർട്ടി വെയർ മേക്കപ്പ് ലുക്ക് ചെയ്യാന്നുള്ളത്. സോ ഞാനിവിടെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ ഇന്നത്തെ യൂസ് ചെയ്തിട്ടില്ല, വളരെ ബേർ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്, ബിക്കോസ് ഞാനും ഇതിനകത്തൊരു ബിഗിനറാണ്. സോ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ബെനിഫിഷ്യൽ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതുപോലെ തന്നെ ആമസോണിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോണിൻ്റെ എൻഡ് ഓഫ് സീസൺ സെയിൽ 23rd സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രൈമൊക്കെ വെച്ച് ഓർഡർ ചെയ്തിട്ട് 1 day രീതിയിലൊക്കെ എനിക്ക് പ്രോഡക്ട്സ് കിട്ടി. സോ ദാറ്റ് വാസ് ഓൾസോ വെരി ബെനിഫിഷ്യൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെയിൽ നോക്കുക. അതുപോലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന നെയിൽ പെയിൻറ്റ് ലെൻഫോർ എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ബ്യൂട്ടിഫുൾ ഒരു പിങ്ക്, ഒരു ഹോളോഗ്രാഫിക് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ദാറ്റ് ആസ് വെൽ. ഓൾസോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പുതിയ സെറ്റ് ഓഫ് ബ്രഷസ് ആണ്. ഇത് ബ്രാൻഡഡ് ഒന്നുമല്ല, ഐ ഫൗണ്ട് ദിസ് റാൻഡംലി ഓൺ ആമസോൺ. പക്ഷേ എൻ്റെ ക്വാളിറ്റി ഈസ് റിയലി നൈസ്, ലുക്സ് വെരി പ്രിറ്റി. ആവശ്യം ഒരു ബിഗിനറിന് വേണ്ട മേക്കപ്പിന് വേണ്ട എല്ലാ ബ്രഷസും ഉണ്ട്. സോ ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് പ്രൈമർ, പ്ലൂമേ എന്നൊരു ബ്രാൻഡിൻ്റെ സിൽക്ക് ബ്ലർ പ്രൈമറാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഇതൊരു മോയ്സ്ചറൈസിങ് പ്രൈമറാണ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു 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 മാറ്റിഫൈങ് ഫീലല്ല, പക്ഷേ ശരിക്കും പോർസൊക്കെ ബ്ലർഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു സ്മൂത്ത് ഫീലാണ്. ഒരു ഡ്യൂവി ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ സ്യൂട്ടബിൾ ആണ്. എൻ്റെ ഓയിലി സ്കിന്നിലും ഐ റിയലി ലൈക്ക് ഹൗ ഇറ്റ് ബ്ലെൻഡ്സ് വെൽ വിത്തൗട്ട് എനി ഗ്രീസിനെസ്. അതിനുശേഷം ഞാൻ ലാക്മേ 925cc ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേജ് ആണ് എൻ്റെ ഷെയ്ഡ്. ഞാൻ അത്യാവശ്യം ലിബറലായിട്ട് അത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യും. ഇതിൽ PA++ഉം SPF 30 പ്രൊട്ടക്ഷനും ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഞാൻ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അത്ര ഒരു ബ്ലെൻഡ് ആയില്ല. ബട്ട് ഞാൻ ഒരു റൗണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വിതിൻ ലൈക്ക് 2 minutes നല്ല രീതിയിൽ അത് ബ്ലെൻഡായി. ആദ്യം ഞാൻ വിചാരിച്ചൊരു വൈറ്റ് കാസ്റ്റ് തരുന്നു, ബട്ട് ഉണ്ടായില്ല. നല്ല രീതിയിൽ ബ്ലെൻഡായി. ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫോമുലയാണ്. അതിനുശേഷം ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് ഷുഗറിൻ്റെ ബനാന കോമ്പാക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഷെയ്ഡൊന്നുമില്ല, ഒരു തരം ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫുൾ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യും. വേറെ കൺസീലറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം ബെയർ മിനിമം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പാർട്ടി വെയർ ലുക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്തത് ഐ മേക്കപ്പ് ആണ്. സെറി കോസ്മെറ്റിക്സിൻ്റെ ഐ ഷാഡോ ക്രയോൺസ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 3 ഷെയ്ഡ്സാണ് ഇന്നത്തെ ലുക്കിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്: ഡെനിം, ഇലക്ട്രിക് ആൻഡ് സ്മോക്കി. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐലൈനറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു 1 സ്ട്രോക്കിൽ തന്നെ അമേസിങ് പിഗ്മെൻറ്റേഷനാണ് തരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് ലൈനറായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഡെനിം എന്നുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഫുൾ ഒരു ഒരു ബ്ലൂയിഷ് സ്മോക്കി ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, എൻറ്റയർ ഐലൈഡ് അത് വെച്ച് കവർ ചെയ്യാൻ പോവുകയാണ്. സോ ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ അത് വരച്ചതുപോലെ ഇരിക്കും. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള എൻഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ വളരെ ഈസിലി ബ്ലെൻഡ് ആവും. പൗഡേർഡ് ഐ ഷാഡോ ഉപയോഗിക്കുമ്പോൾ ഫോൾ ഔട്ട് ഇഷ്യൂവും വരുന്നില്ല. അതിനുശേഷം ഞാൻ ഇലക്ട്രിക് എന്നുള്ള കളർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഒരു ഹൈലൈറ്റ് കൊടുത്തു. അപ്പോൾ കണ്ണ് കുറച്ചും കൂടെ ഒന്ന്, കാരണം ഡെനിം കുറച്ച് ഡള്ളായിരിക്കാം ചിലപ്പോൾ. അപ്പം ഇലക്ട്രിക് കൂടെ കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആവും. അതും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ടു. സോ ഇറ്റ് ലുക്സ് വെരി നാച്ചുറൽ ആൻഡ് സീംലെസ്. ഇനി ഞാൻ സ്മോക്കി എന്നുള്ള കളർ, അതൊരു ബ്ലാക്ക് ഷിമ്മറാണ്, പക്ഷേ ബ്ലാക്ക് അത്ര എവിഡൻ്റ് അല്ല. ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യാൻ പോവാണ് ഐലൈനർ വെച്ച്. അതേ ഐലൈനർ ചെയ്യാൻ പോകുന്ന അതേ ഏരിയയിൽ ഞാൻ ജസ്റ്റ് അതും ഒന്ന് കൊടുത്തു. ഇപ്പോൾ സൈഡിലേക്ക് ഒരുപാട് സ്മഡ്ജായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺസീലർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അത് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും, ബേസിക്കലി ഹൈഡ് ചെയ്യാൻ പറ്റും. സോ സ്മഡ്ജ് ആയാലൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ക്വിക്കായിട്ട് ഫിക്സ് ചെയ്യാം. CC ക്രീം യൂസ് ചെയ്ത് വേണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇറ്റ്സ് റിസോൾവ്. അപ്പോൾ ഐലൈനർ എനിക്ക് 2 ഓപ്ഷനുണ്ട്. ഞാൻ മാറി യൂസ് ചെയ്യുന്ന 2 ലൈനേഴ്സ് മേബലിൻ ടാറ്റൂ ലൈനറും അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ലൈനറാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ലൈനറാണ് ഞാൻ ഇന്ന് പ്രിഫർ ചെയ്യുന്നത്, കാരണം അതിനൊരു ഗ്ലോസി ഫിനിഷാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത്ര എവിഡൻ്റ് ആയിട്ട് അറിയില്ല ബ്ലൂ കളർ ആകുമ്പോഴത്തേക്കും. പക്ഷേ എനിക്ക് ഐലൈനർ ഇല്ലാതെ പുറത്ത് പോയാൽ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് മസ്റ്റാണ് ഐലൈനർ ഉപയോഗിക്കുക എന്നുള്ളത്. നല്ലൊരു പ്രിസിഷൻ കിട്ടും സ്കെച്ച് ലൈനർ ആകുമ്പോഴത്തേക്കും. ശരിക്കും കണ്ണിനോട് ചേർത്ത് ടൈറ്റ് ലൈൻ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇറ്റ് ലുക്സ് വെരി നാച്ചുറൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ണ് താഴെ ഞാൻ പ്ലമ്മിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് കോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് കൺപോളയുടെ അകത്തുകൂടെ തന്നെയാണ് കഴിവതും വരയ്ക്കാൻ ശ്രമിക്കുക, കാരണം കണ്ണിനടിയിൽ ഇങ്ങനെ ലൈൻസ് ഉള്ളതുകൊണ്ട് സ്മഡ്ജ് ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ കണ്ണിനോട് ഏറ്റവും ടൈറ്റ് ലൈൻ ചെയ്ത് തന്നെയായിരിക്കും ഞാനത് വരയ്ക്കുക. അപ്പോൾ താഴേക്ക് സ്മഡ്ജ് ചെയ്യാത്ത രീതിയിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഒരു കളർ അവിടെ ഫീൽ ചെയ്യണം, ദാറ്റ്സ് ഓൾ. അല്ലാതെ ഒരു തിക്കായിട്ടുള്ള ലൈനായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. ലാക്മേയുടെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഐക്കോണിക് വോളിയൂമൈസിങ് മസ്കാരയാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് റിവ്യൂവിന് വന്നതാണ്, പക്ഷെ ഉപയോഗിച്ചപ്പോൾ എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലൊരു വോളിയം തരും. എനിക്ക് ബേസിക്കലി ലാഷസ് അത്ര എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. സോ നല്ല രീതിയിൽ ഒരു അത്യാവശ്യം ഒരു വോളിയം വിത്തൗട്ട് ക്ലമ്പിങ് അത് തരുന്നുണ്ട്. 2 കണ്ണിലും വ്യത്യാസം കണ്ടില്ലേ? മേക്കപ്പിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. 2 കണ്ണും ഇങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് അങ്ങ് മാറും.
സോ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. ഇതിൻ്റെ ഈ സെറിയുടെ സെറ്റിൽ തന്നെ ജേഡ് കളർ യൂസ് ചെയ്താൽ യു ക്യാൻ ക്രിയേറ്റ് എ ഗ്രീൻ ലുക്ക് ആസ് വെൽ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്ന ഒരു ഒരു ഐ ക്രയോൺ ആണ്. ബിഗിനേഴ്സിനാണെങ്കിലും അത് വളരെയധികം സ്യൂട്ടബിൾ ആയിരിക്കും. എനിക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലെൻഡ് ചെയ്യാനും ഈസിയാണ്, റിമൂവ് ചെയ്യാനോ അതുപോലെ തന്നെ ഈസിയാണ്. അടുത്തത് ഐബ്രോസിന് ഞാൻ ചാർമസി മിലാനോ എന്നൊരു ബ്രാൻഡ്, അവരുടെ ഒരു സ്ട്രോക്ക് പെൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണ്. ബേസിക്കലി ഇങ്ങനെ കണ്ടില്ല, എൻ്റെ ടിപ്പ് കണ്ടല്ലോ, ഒരു നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ ലൈനർ പോലെയല്ല. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഷെയ്ഡ്സിലുണ്ട്. ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തത്. നമ്മുടെ പുരികത്തിൻ്റെ ഹെയറിൻ്റെ അതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. ബ്ലാക്ക് കളർ ലുക്സ് പ്രിറ്റി ഗുഡ് എന്ന് എനിക്ക് തോന്നി. അത്ര ഡാർക്ക് ബ്ലാക്ക് അല്ല, എന്നാൽ എൻ്റെ ഒരു ഹെയർ കളറിന് അത് വേണം. ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഐബ്രോസിൻ്റെ ഔട്ട്ലൈനും കൊടുക്കാവുന്നതാണ്. കാരണം അതിങ്ങനെ ചരിഞ്ഞ ഒരു ഹൈലൈറ്ററിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഷേപ്പാണ്. ആൻഡ് ബാക്കി വെച്ചിട്ട് അതിൻ്റെ ഈ ബ്രഷ് പോലെയുള്ള ആ ഭാഗം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫിൽ ഇൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനെപ്പോഴും സ്പൂളി വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു റൗണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കും, സോ ദാറ്റ് ഐബ്രോസ് കുറച്ചൊരു നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട്. സോ ഐബ്രോസ് ആർ ലുക്കിംഗ് ഫൈൻ നൗ. ഫോർ ലിപ്സ്റ്റിക് ഞാൻ ക്ലോം എന്നൊരു ബ്രാൻഡാണ് ചൂസ് ചെയ്തത്. ഒരു വേഗൻ ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡുണ്ട്, ന്യൂഡ് വൈൻ. ആ ഷെയ്ഡാണ് ഞാനിന്ന് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് കളർ ഷെയ്ഡ്സും ചൂസ് ചെയ്യാം. ക്ലോം ഒരു വളരെ നല്ല പ്രോമിസിങ് ബ്രാൻഡാണ്. ഫോർമുല ഈസ് വെരി ഹൈഡ്രേറ്റിംഗ്. അപ്പം റീആപ്ലിക്കേഷൻ ഈസിയാണ്. ഡ്രൈ ലിപ്സിന് വളരെയധികം സ്യൂട്ടബിളാണ്. പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ ഹൈഡ് ചെയ്യും. എനിക്ക് ക്ലോം ഇഷ്ടപ്പെട്ടു. ഐ ഫീൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് വാല്യൂ ഫോർ മണി ഓൾസോ. എൻ്റെ പാക്കേജിങ് ആണെങ്കിലും ഇറ്റ്സ് ഓൾ റിയലി പ്രിറ്റി ആൻഡ് ദിസ് എ ബ്രാൻഡ് ദാറ്റ് ഐ വിൽ റെക്കമെൻഡ് ആസ് വെൽ. ഇനി ഫേസിൻ്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് ഞാൻ ഷുഗറിൻ്റെ കോൺടൂർ ഡി4 പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ ഷെയ്ഡ് വിവിഡ് വിക്ടറി. ബ്ലഷ്, ബ്രോൺസ്, ഹൈലൈറ്റർ 3 സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലഷും ഹൈലൈറ്ററുമാണ്. ബ്ലഷ് ജസ്റ്റ് ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് 2 ചീക്സിലും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. അതിനുശേഷം ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാനൊരു ബ്രഷ് തന്നെ എടുക്കുകയാണ്. കാരണം ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. സോ ദാറ്റ്സ് വൈ ഐ സെഡ് ബെയർ മിനിമം ബ്രഷസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ആവശ്യമാണ്. നല്ല രീതിയിൽ പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. നമ്മുടെ ചെവിയുടെ മേലോട്ട് പോകുന്ന ആ ഒരു ലൈനിലോട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ മതി. അതിനുശേഷം മറ്റൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഹൈലൈറ്ററും ആ പോയിന്റിലൊന്ന് കൊടുക്കുകയാണ്. അത് നമ്മളിങ്ങനെ സ്ലാൻറ്റിംഗ് ആയിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഇതിങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിൽ അത്രയും കൊടുത്താൽ മതി. നമ്മൾ അത്രയും ഹെവി ആയിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് ഹൈലൈറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് പുരികത്തിൻ്റെ ഈ ആർച്ചിൻ്റെ താഴെ അപ്ലൈ ചെയ്യാം. അതും പുരികം ഒന്ന് എടുത്ത് കാണുകയും മൊത്തത്തിൽ ആ ഫേസിന് ഒരു ഹൈലൈറ്റിങ്, നല്ലൊരു തിളക്കം ഫീൽ ചെയ്യുകയും ചെയ്യും. സോ അതാണ് നമ്മുടെ ലുക്ക് ഇതാ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഓയിലി സ്കിന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോർമുല തന്നെയാണ്. ഞാൻ എന്തൊക്കെയോ വിങ്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കെന്നിപ്പോൾ ഫുൾ ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ജോക്സ് അപ്പാർട്ട്, എനിക്ക് ലുക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടു. ഈ CC ക്രീം ഇന്ന് ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും എനിക്ക് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആൻഡ് ഗുഡ് എന്ന് തോന്നിയ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അപ്പോൾ ആമസോൺ സെയിലിൻ്റെ കാര്യം മറക്കരുത്. ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.